നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സോറി. എനിക്ക് ജന്മദോഷവും ജാതകദോഷവും ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇന്നത്തെ കാലത്ത് ജാതകവും ജ്യോതിഷവും ഒക്കെ വെറും കെട്ടുകഥകളാണെന്ന് എന്നെ തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കൊടും പാപിയും ജാതകദോഷക്കാരിയാണെന്ന്. അതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നശിച്ച താലി എന്റെ കഴുത്തിൽ വന്ന് വീഴില്ലല്ലോ. ഈ മരണക്കുരുക്കും പേറി വന്ദനയ്ക്ക് നടക്കേണ്ടി വരില്ലായിരുന്നു. വന്ദന, ആ സമയത്ത് അച്ഛൻ അവിടെ എത്തുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വന്ദനയുടെ അച്ഛനാ. അച്ഛാ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു അച്ഛാ. ആ മോളെ, വിഷുക്കണിയൊക്കെ കണ്ടോ? കണ്ടു അച്ഛാ. എന്താ മോളെ, മോളുടെ ശബ്ദത്തിനൊരു ഇടർച്ച. നിനക്കവിടെ സന്തോഷം തന്നെയല്ലേ? അതെ അച്ഛാ. മോളെ, ഞാൻ പതിവ് പോലെ എല്ലാവർക്കും വിഷുക്കൈ നീട്ടാൻ കൊടുക്കാൻ തുടങ്ങായിരുന്നു. മോൾക്കുള്ളത് അച്ഛൻ മാറ്റിവെച്ചിരിക്കുക. മോൾക്ക് മാത്രമല്ല, ജഗനും. പുതുവർഷമായിട്ട് നിങ്ങളുടെ ആദ്യത്തെ വിഷുവാ. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടാവട്ടെ. ആ മോളെ, അമ്മ വന്നു, കൊടുക്കാം മോളെ. വന്ദനെ. മോളെ, കൈനീട്ടൊക്കെ വാങ്ങിയോ? നീയില്ലാത്ത ആദ്യത്തെ വിഷു ഇത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവുകളും ഉണ്ട്. കണിയൊരുക്കാനൊക്കെ അമ്മയങ്ങ് മടിച്ചതാ. അപ്പൊ നിന്റെ അച്ഛമ്മയ്ക്ക് ഒരേ നിർബന്ധം, കണിയൊരുക്കേ പറ്റൂന്ന്. വിഷുവാണ്, ഒരാണ്ടത്തെ ഫലമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വാദങ്ങളായിരുന്നു എന്നറിയോ നിന്റെ അച്ഛമ്മയ്ക്ക്? മോളെ, ഹലോ. അമ്മേ, മോളെന്തൊന്നും മിണ്ടാത്തെ? അമ്മ വിചാരിച്ചു മോള് ഫോൺ വെച്ചിട്ട് പോയി കാണൂന്ന്. അമ്മായിയപ്പൻ കൈനീട്ടം തന്നോ? ഈശ്വര, സന്തോഷായി മോളെ. അമ്മേ, ഞാനിപ്പോ അടുക്കളയില. പാചകം ചെയ്യാൻ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. അമ്മ എല്ലാരോടും ഹാപ്പി വിഷു പറയണം. പറയാം. ഞാൻ പിന്നെ എല്ലാരും വിളിച്ചോളാം അമ്മേ. ശരി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.